ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമാണെന്ന് വിചാരിക്കണ്. അൽഹംദുലില്ലാ ഞങ്ങളും റാഹത്തായിട്ട് പോകണം. ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയാണ് കേട്ടോ. മഴ പെയ്തുകൊണ്ട് തന്നെ നമ്മളെ മുറ്റമൊക്കെ ഒന്ന് പൊടിയൊക്കെ അടങ്ങി ചെമ്മലൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ആ മുറ്റാകെ തൂർന്ന് കിടക്കാരും രാവിലെ ഇലയൊക്കെ ചാടലും നിന്നതുകൊണ്ട് തന്നെ നമുക്ക് 2-3 ദിവസം കൂടുമ്പോൾ മുറ്റടിച്ചാൽ മതി. അല്ലെങ്കിൽ ഡെയിലി അടിക്കേണ്ടീന് കേട്ടോ. അതുകൊണ്ട് മുറ്റടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ സുട്ടൂനെ മദ്രസിലൊക്കെ വിട്ടതിന് ശേഷം വന്നിട്ടാണ് ചായയും കടിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതന്ന് ഗ്രീൻ പീസ് കറിയായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ സാധാ ചീയപ്പമാണ് കേട്ടോ അന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മളെ ചായയും കടിയൊക്കെ റെഡിയായി. ഞാൻ ആദ്യം തന്നെ ചായ കുടിക്കുകയാണ്. ഓരോന്നും ആരും നീച്ചിട്ടില്ല കേട്ടോ. ആക്കും പോലെയൊക്കെ കുടിക്കോളും 9 മണി അങ്ങനെയൊക്കെ ആവും. അപ്പോൾ എനിക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ചായ കുടിക്കും. അങ്ങനെ ആ ചായ കുടിയൊക്കെ കഴിഞ്ഞാണ്ട് ഞാൻ അരി അടുപ്പത്തിടുകയാണ്. അരിയൊക്കെ അടുപ്പത്തിട്ട് ഞാൻ കുറച്ച് പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചായ കുടിച്ചതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ക്ലീനാക്കി. കുറച്ച് തുണി അലക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ കുറച്ച് ചീരൻ്റെലൊക്കെ പറിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഉച്ചക്കത്ത് സ്പെഷ്യലായിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ബീഫും ചിക്കനൊക്കെയാണ് കേട്ടോ. അപ്പം അതൊന്നും വാങ്ങിച്ചിട്ടില്ല, മനഃപൂർവ്വം വാങ്ങിക്കാമെന്നാണ്. കാരണം എന്താ വെച്ചാൽ നമുക്കിന്നൊരു കല്യാണമൊക്കെ ഉണ്ട് വൈകിട്ട്. അപ്പം ഉച്ചയ്ക്ക് ഞാൻ ചീരയും മുരിങ്ങയൊക്കെ കൂടി ഒരു മിക്സ്ഡ് താളിപ്പാക്കിങ്ങാണ്ട് താളിപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഉച്ചക്ക്. പിന്നെ ബീറ്റ്റൂട്ട് തോരൻ വെക്കണം, സ്രാവ് മീൻ പൊരിക്കാനുണ്ട്. അപ്പം അതൊക്കെയാണ് ഇപ്പോൾ ഇന്ന് ഉച്ചക്ക് ഉണ്ടാക്കുന്ന സ്പെഷ്യല്. അപ്പം നമുക്ക് കല്യാണം കാര്യമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അധികം വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ ഇല്ലേ. കാരണം ഉച്ചക്ക് കല്യാണമെങ്കിൽ വൈകിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യിക്കാറ്. അതേപോലെ ഞാനും അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അത്യാവശ്യമായിട്ട് ബാങ്കിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം വന്നതിൻ്റെ ശേഷമാണ് ഞാൻ കറിയൊക്കെ ഉണ്ടാക്കുന്നത്. ചോറ് ഊറ്റിച്ചങ്ങാണ്ട് പോവുകയാണ്. അപ്പോൾ കാക്കുവിൻ്റെ കൂടെ തന്നെയാണ് പോണത്.
ബാങ്കിൽ പോയത് വെറുതെ കേട്ടോ. രാവിലെ അമ്മ പറയുന്നുണ്ടെന്ന് രണ്ടാം ശനിയാണോ നോക്കാം. അപ്പം ഞാൻ ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞാൽ എന്താ അമ്മ അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ നോക്കാൻ മറന്നുങ്ങാണ്ട് ഞങ്ങൾ പിന്നെ ബാങ്ക് പോയിങ്ങാണ്ട് അതേപോലെ ഇങ്ങോട്ടും പോന്നു. പിന്നെ വന്നതിൻ്റെ ശേഷമാണ് ചടപടേനെ കറികളും കാര്യമൊക്കെ ഉണ്ടാക്കുന്നത്.